ശബരിമലയിൽ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഇന്നു മുതൽ നിലവിൽ വരികയാണ്. പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഇന്നു മുതൽ നിലയ്ക്കലിലാവും പ്രവർത്തിക്കുക. കൂടുതൽ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മോട് പറയാൻ രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്ന് ചേരും. അതുപോലെ നിലയ്ക്കൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. രാഹുൽ സുരേഷ്, ആദ്യം ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് പുതിയതായിട്ട്? വെരി ഗുഡ് മോർണിംഗ്. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയാൻ ഇനി 4 ദിവസമാണ് ബാക്കി. മകരവിളക്ക് ദർശനത്തിനായി ഇപ്പോഴേ തീർത്ഥാടക പ്രവാഹമാണ് ശബരിമലയിലേക്ക്. ഈ പ്രഭാതത്തിൽ തന്നെ ശബരിമലയിലെ ക്യൂ കോംപ്ലക്സ് നിറഞ്ഞു കവിഞ്ഞ് തീർത്ഥാടകരാണ്. 18ാം പടിക്ക് താഴെയുള്ള നടപ്പന്തലിൽ നിറഞ്ഞ് തീർത്ഥാടകർ. 18ാം പടി കയറാനുള്ള തീർത്ഥാടകരുടെ ക്യൂ ഇപ്പോൾ മരക്കൂട്ടവും പിന്നിട്ടിരിക്കുകയാണ്. പമ്പയിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം തീർത്ഥാടകരാൽ നിറഞ്ഞിരിക്കുകയാണ് പമ്പയും. കൃത്യമായ ഇടവേളകളിൽ നിയന്ത്രണത്തിന് ശേഷം മാത്രമാണ് തീർത്ഥാടകരെ മല കയറാൻ അനുവദിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ നടപ്പാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പോട്ട് ബുക്കിങ്ങുകൾ. അത് ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ 5000 ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 5000 സ്പോട്ട് ബുക്കിങ്ങിലെങ്കിലും 25,000 തീർത്ഥാടകരെ വരെ സ്പോട്ട് ബുക്കിങ്ങിനായി അനുവദിച്ചിരുന്നു. പക്ഷേ അത് ഇന്നു മുതൽ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, പമ്പയിൽ പ്രവർത്തിച്ചിരുന്ന സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ അത് നിലയ്ക്കലിലേക്ക് മാറ്റുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റന്നാൾ മുതൽ കാനനപാത വഴിയുള്ള തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. അതായത് വണ്ടിപ്പെരിയാറിൽ നിന്ന് ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ കാനനപാത വഴിയാണ് ഓരോ ദിവസവും സന്നിധാനത്തേക്ക് എത്തുന്നത്. പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആ തീർത്ഥാടകരെ കാനനപാത വഴി കടത്തിവിടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് ശനിയാഴ്ച മുതൽ മുഴുവൻ തീർത്ഥാടകരും പമ്പ വഴി തന്നെ മല കയറണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ നിലവിൽ പമ്പയിൽ ചെറുവാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കുന്നുണ്ട്. പക്ഷേ 13ാം തീയതി മുതൽ പമ്പയിലെ പാർക്കിംഗ് പൂർണ്ണമായും നിർത്തലാക്കാനാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. ഇതടക്കമുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ ഇന്നു മുതൽ നടപ്പാക്കി തുടങ്ങുകയാണ്. ഓക്കെ, രാഹുൽ സുരേഷാണ് ശബരിമല സന്നിധാനത്തും ചേർന്നത്. നിലയ്ക്കലിൽ നമ്മുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാറുണ്ട്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. നിലയ്ക്കലിൽ എന്ത് പരിഷ്കാരമാണ് ഇനി വരാൻ പോകുന്നത്? രാഹുൽ സൂചിപ്പിച്ച പോലെ തന്നെ നിലയ്ക്കലിൽ അല്പസമയത്തിനകം തന്നെ നെറ്റ്വർക്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് അല്പസമയത്തിനകം തന്നെ പരിഹരിക്കും. അതിനുശേഷം ഒരു സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം ഇവിടെ ആരംഭിക്കും. ഒരു ജാപ്പനീസ് മോഡൽ ഒരു പന്തലൊക്കെ ഒരുക്കാനുള്ള നീക്കം ഇന്നലെയൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന എല്ലാ സജ്ജീകരണങ്ങളൊക്കെ തൊട്ടടുത്ത മേഖലയിൽ ഇപ്പോൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പോലീസ് കൺട്രോൾ റൂമാണ്. ഇതിന് തൊട്ടപ്പുറത്തെ മേഖലയിൽ തന്നെ ആയിരിക്കും ഈ ഒരു പന്തലൊരുക്കി ഒരു സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുക. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഇനി നെറ്റ്വർക്ക് സംവിധാനങ്ങൾ കൂടി പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. BSNL ജീവനക്കാർ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നു, രാത്രി വൈകിയും പണിയെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഒരു ഉച്ചയോടുകൂടി സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഇവിടെ ഈ മേഖലയിൽ, അതായത് ഈ ദേവസ്വം ബോർഡിൻ്റെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലയ്ക്കലിൽ പൂർണ്ണമായി സജ്ജീകരിക്കും. എന്തായാലും ഇന്നലെയൊക്കെ കാര്യമായ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. മിനിങ്ങാന്ന് കാര്യമായ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. സ്വാഭാവികമായി ഇന്ന് കാര്യമായ രീതിയിലുള്ള തിരക്ക് രാവിലെ കാണുന്നില്ല. കാരണം കുറേ ആളുകളെ പമ്പയിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റു പല മേഖലകളിലും നിയന്ത്രിച്ച് മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. അതുകൊണ്ട് നിലയ്ക്കലിൽ കാര്യമായ രീതിയിലുള്ള തിരക്ക് കാണുന്നില്ല. എന്തായാലും ഉച്ചയോടുകൂടി ഇവിടെ ഒരു സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം ആരംഭിക്കും. അതിനുശേഷം 5000 എന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ വെർച്വൽ ക്യൂ പ്രകാരം ആളുകൾ കടന്നു പോകുന്നുണ്ട്. എന്തായാലും കാര്യമായ പ്രശ്നങ്ങളില്ല. സുഗമമായ ഒരു തീർത്ഥാടന കാലമാണ് കഴിഞ്ഞു പോകുന്നത്. അത് ഏറ്റവും അവസാനം മകരവിളക്ക് സമയത്തടക്കം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നതെന്നാണ് അല്പസമയം മുൻപ് ദേവസ്വം ബോർഡ് അധികൃതർ പറഞ്ഞത്. ദേവസ്വം ബോർഡ് PROയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനം 11 മണിയോടുകൂടി ഉണ്ടാകും. ഇക്കാര്യത്തെക്കുറിച്ച് ഹൈക്കോടതിയുടെ ഒരു തീരുമാനം കൂടി അറിയേണ്ടതുണ്ട്. ഇക്കാര്യം എല്ലാം തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിക്കും. ഓക്കെ, താങ്ക് യു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് നിലയ്ക്കൽ നിന്നും ചേർന്ന്